ഞങ്ങൾ നിങ്ങളെന്നൊക്കെ പറഞ്ഞ മനുഷ്യരെ ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ, രണ്ടായിട്ട് തങ്ങളുടെ ലോകത്തെ തിരിക്കുമ്പോൾ, അത് സുവിശേഷത്തിന് നിരക്കാത്ത ഒരു അപരാധമാണെന്ന് പറയാനുള്ള വിവേകം പോലും ചിലപ്പോൾ നമുക്ക് ചില മാർഗനിർദ്ദേശം കരുതുന്ന മനുഷ്യരിൽ നിന്ന് ഇല്ലാതെ പോകുന്നു. നിങ്ങൾക്ക് അവനിൽ ഒരു ഈസ്റ്റർ ജീവിതം ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഏറ്റവും നല്ലൊരു ചുവടെന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള മനുഷ്യർ എന്തിനാണ് കരയുന്നത് അന്വേഷിക്കാനുള്ള. അപ്പം മനുഷ്യൻ്റെ കണ്ണിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന ഒരാളെന്ന നിലയിലാണ് ഈശ്വരൻ എന്ന പദം പോലും അതിൻ്റെ ഭംഗി കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ കണ്ടെത്തുന്നത്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ഈസ്റ്ററിൻ്റെ ആനന്ദ ദിനങ്ങൾ തന്നെയാണ് നമ്മളിപ്പോഴും. അപരിചിതരിൽ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു യേശുമുഖമായിരുന്നു കഴിഞ്ഞ വാരത്തിലെ നമ്മുടെ വിചിന്തനം. അപരിചിതരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതായിരിക്കും ഒരർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു ഉയർപ്പുമായി ബന്ധപ്പെട്ട നമുക്ക് ഏർപ്പെടാവുന്ന ഒരു ഗൃഹപാഠം. കാരണം അങ്ങനെയല്ല നമ്മൾ വളർത്തപ്പെട്ടത്. ഏതൊരു പ്രായത്തിലും കുട്ടിക്കാലം തൊട്ടേ അപരിചിതരെ എന്തുമാത്രം ഭീതിയോടെ കാണണമെന്നും സ്കെപ്റ്റിക്കലായിട്ട് കാണണമെന്നൊക്കെയുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുട്ടികളിലും ഇതിന് മുതിർന്നവരിൽ പോലും ഈ അപരിചിതരെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ചെറിയൊരു എക്സസൈസ് ഉണ്ട്, സ്പിരിച്വൽ എക്സസൈസ് ഉണ്ട്. നമ്മുടെ ഒരു റൊട്ടറി സെൻറ്ററിലൊക്കെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. രാവിലെ ഇത്തിരി നടക്കാനായിട്ടുള്ള ഒരു നേരമൊക്കെ ഉണ്ട്. ഈ വന്ന ആ ഒരു സമൂഹത്തെ 60-70 പേരൊക്കെയാണ് അവരിങ്ങനെ പെയറായിട്ട് തിരിച്ചിട്ട് റാൻഡമായിട്ട് ഒരാളിങ്ങനെ കണ്ണ് അടച്ച് പുറകോട്ട് നടക്കുക, ബാക്ക് വോക്കിന് അതിൻ്റെ ഫിസിക്കൽ പ്ലെയിനിൽ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫോണിൽ അതൊന്ന് നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കാരണം മുഴുവൻ സെൻസും അലേർട്ടാവുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് വളരെയേറെ ഏകാഗ്രതയും ജാഗ്രതയും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കണ്ണടച്ച് പുറകോട്ട് നടക്കുക എന്നുള്ളത്. ഈ കണ്ണടച്ച് പുറകോട്ട് നടക്കുന്ന ആളുടെ ധൈര്യം, അയാളുടെ കൂടെ നടക്കുന്നുവെന്ന് അയാൾക്ക് ഉറപ്പുള്ള ഒരാളാണ്. അയാൾക്ക് കൊടുക്കുന്ന സജഷനാണ് വെറുതെ കൂടെ പോവുക. എവിടെയെങ്കിലും ഒന്ന് മുട്ടുമെന്ന് തോന്നുമ്പോൾ, തട്ടി വീഴുമെന്ന് തോന്നുമ്പോൾ, അതിരോളം എത്തുമ്പോൾ ഒന്ന് പതുക്കൊന്ന് തൊട്ട് അയാളുടെ ദിശയെ വീണ്ടും നേരെയാക്കി എടുക്കുക. മറ്റു നോട്ടത്തിൽ ഒരു കുട്ടിക്കളിയൊക്കെ ആയിട്ട് തോന്നിയാൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് രൂപപ്പെട്ടു. ചിലരൊക്കെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അത് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യത്തിൻ്റെ അനുപാതം കുറവുള്ള വ്യക്തികളാണെന്നൊക്കെ പിന്നീട് സ്വകാര്യ സംഭാഷണങ്ങളിൽ അവർ ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഈ ട്രസ്റ്റ് വർദ്ധിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്ന മനുഷ്യരൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ പുറകോട്ട് പോവുക. കുറച്ചൊരു ഓട്ടിസ്റ്റിക് ടെൻഡൻസി ഉള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ട്രസ്റ്റ് ബാക്ക് വോക്ക് എന്ന് പറയുന്നൊരു കാര്യം നല്ലതാണെന്നൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളെ വിശ്വസിക്കുക, എന്തിലും ആരിലും വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രേസായിട്ട് മാത്രമേ ഉണ്ട്. കാരണം നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ യുക്തിബോധവും ഒക്കെ അതിന് നിരക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ടിങ്ങനെ ഒരു സമുറായി, ഒരു അഭ്യാസിയാണ്, ജാപ്പനീസ് പാരമ്പര്യത്തിൽ നമുക്കറിയാം. അയാളിങ്ങനെ അയാളുടെ പെൺകുട്ടിയുമായിട്ട് മധുദിന് പോവുക. ചെറിയൊരു കൊട്ട ഒരു ബോട്ടൊക്കെ ഉണ്ടല്ലോ, വഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ചുഴിപ്പെട്ടു. മുങ്ങിപ്പോകുന്നുള്ള വലിയ ഉറപ്പിൽ ഇവളിങ്ങനെ വാവിട്ട് കരയുമ്പോൾ ഇയാൾ വല്ലാത്തൊരു ഡ്രമാറ്റിക്കായ ഒരു സീനുണ്ടാക്കി. അയാൾ പെട്ടെന്ന് വാളൂരിയിട്ട് ആ വാളിൻ്റെ അഗ്രം ഇവളുടെ ആ തൊണ്ടക്കുഴിയിൽ വെച്ചു. പെട്ടെന്ന് ഇവളുടെ ഭയം മാറി, ഇവൾ ചിരിക്കാൻ തുടങ്ങി. അതോടുകൂടി അവളെ കൂടുതൽ ഭയപ്പെടുത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കി ഈ മനുഷ്യൻ വല്ലാത്ത കഠിനമായിട്ടൊക്കെ അവളെ നോക്കിയും ദൃഷ്ടിയൂന്നിയുമൊക്കെ വീണ്ടും അതിങ്ങനെ നീട്ടുക. അപ്പോൾ അവളുടെ ചിരി വീണ്ടും വർദ്ധിക്കുക. അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് വാളിനെ ഭയമില്ലേ?
അവൾ പറയുന്നത് എനിക്ക് വാളിനൊക്കെ ഭയമുണ്ട്, പിന്നെന്താ നീ ചിരിക്കുന്നത്? ആ വാൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല. ഈ ഒരു ട്രസ്റ്റ് മനുഷ്യരാശിയോട് പുലർത്താൻ പറ്റുക എന്നുള്ളതാണ് ശരിയായ സുവിശേഷ ജീവിതം. മനുഷ്യനിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ ആദിമ ഒരു ശിഷ്യ സമൂഹം എന്ന് പറയുന്നത്. അവർക്ക് ചെറിയ ചെറിയ അതിരുകളില്ലായിരുന്നു. യേശു അവരോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഭൂമിയുടെ അതിരുകളോളം പോകാനായിട്ട്. അതിൽ ചെറിയ ഒരു കളത്തോടും അവിടത്തേക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭാഷ, ഗോത്രം, മതം, ഇങ്ങനെ എല്ലാത്തരം സെഗ്മെൻറ്റുകളെയും ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് രണ്ട് അതിരുകളാണ്. ഭൂമിയുടെ അതിരുകളെന്നൊക്കെ പറയുമ്പോൾ ഒരു വശത്ത് വേണമെങ്കിൽ കടലെന്ന് വെക്കാം, മറ്റേ വശത്ത് നിബിഡവനങ്ങളെന്നോ ഇല്ലെങ്കിൽ പർവ്വതനിരയെന്നൊക്കെ വെക്കാം. ഇതിനിടയിലല്ലാത്ത ഒന്നിനകത്തും പെട്ടുപോകരുതെന്ന വിധത്തിൽ ഇവർക്ക് വലിയ വിശാലബോധം കൊടുത്തത് കൊണ്ട് തന്നെ ആ ലോകം ഇവർക്ക് ഈ ടാഗോറൊക്കെ പറയുന്ന കണക്കൊരു നീടം കണക്ക് അനുഭവപ്പെട്ടു. പോകുന്ന എല്ലാ ദേശങ്ങളിലും അവരുടെ സമ്പ്രദായങ്ങളിൽ വളരെ ഭംഗിയായിട്ട് പങ്കുചേരാനും, അതുകൊണ്ടാണ് യേശു ചെല്ലുന്നിടത്തൊക്കെ വിളമ്പിത് ഭക്ഷിക്കാനൊക്കെ പറയുമ്പോൾ അതിന് ഒത്തിരി സ്പിരിച്വലായൊരു സിഗ്നിഫിക്കൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് വളരെ ഡയറക്റ്റായ അർത്ഥം കൂടിയുണ്ട്. ആ പോകുന്ന ഓരോ ദേശത്തെയും കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള, കാരണം ഫുഡെന്ന് പറയുന്നതാണ് ഒരു ദേശത്തിൻ്റെ കൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിൽ പങ്കുചേരാമെന്നാണ് പറയുക. അപ്പം ഇങ്ങനെ അപരിചിതരില്ലാത്ത ഒരു കാലവും ഒരു സുവിശേഷ യാത്രയുമൊക്കെ ആയിരുന്നു അവിടുന്ന് ഭൂമിക്ക് വേണ്ടിയും അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയും വിഭാവനം ചെയ്തത്. നിർഭാഗ്യവശാൽ വളരെ വിസിബിളായിട്ട് അപരവൽക്കരണം അതിൻ്റെ വേരുകൾ നമ്മുടെ ഒരു കൾച്ചറിലും ദേശത്തും കാലത്തിലുമൊക്കെ ആഴ്ത്തി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെന്നൊക്കെ പറഞ്ഞ മനുഷ്യരെ ഇങ്ങനെ സെഗ്മെൻ്റ് ചെയ്യുമ്പോൾ, രണ്ടായിട്ട് തങ്ങളുടെ ലോകത്തെ തിരിക്കുമ്പോൾ അത് സുവിശേഷത്തിൽ നിരക്കാത്ത ഒരു അപരാധമാണെന്ന് പറയാനുള്ള വിവേകം പോലും ചിലപ്പോൾ നമുക്ക് ചില മാർഗനിർദ്ദേശം തരുമെന്ന് കരുതുന്ന മനുഷ്യരിൽ നിന്ന് ഇല്ലാതെ പോകുന്നു. അപരിചിതരിൽ വിശ്വസിക്കുക ഇതായിരുന്നു വളരെ പ്രധാനപ്പെട്ടൊരു ഈസ്റ്റർ തോന്നുന്നു ഞാൻ കരുതുന്നൊരു കാര്യം. കാരണം ഉയർപ്പിന് ശേഷം എപ്പോഴും അതങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ഇന്ന് വെറുതെ ഒന്ന് മേരി മാഗ്ദലിനെ ഓർത്താന്നല്ല, സുവിശേഷത്തിലേക്ക് ഈ സ്ത്രീ കൊണ്ടുവരുന്നൊരു ഊർജ്ജമുണ്ട്. സുവിശേഷത്തെ ഒരു സ്നേഹകാവ്യമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്ന ഈ സ്ത്രീയാണ്. അപ്പോസ്തലൻ യോഹന്നാനാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അവളെക്കുറിച്ച് പറഞ്ഞ് ഈ സുവിശേഷമൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരൻ പറയുന്ന കണക്ക്, പുരുഷന്മാരുടെ ലോഡ്ജ് കണക്ക് ഒരുപക്ഷെ മുഷിഞ്ഞു പോകാമായിരുന്ന സുവിശേഷത്തിൻ്റെ ഗൃഹത്തിലേക്ക് ഭംഗിയുള്ള കൗതുകമുള്ളൊരു സാന്നിധ്യമായിട്ട് മേരി വന്നുള്ളതാണ്. അവളതിനെ കുറേ കൂടി സൗന്ദര്യമുള്ളൊന്നാക്കി, അവളതിനെ ഒന്നിന് വളരെയേറെ പാഷനേറ്റായിട്ട് ആക്കി മാറ്റി. സുവിശേഷം ഇത്രയും ഹൃദ്യമായിട്ടൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് നിശ്ചയമായിട്ടും ഈ സ്ത്രീയുടെ സാന്നിധ്യമുണ്ട്. ഒത്തിരി മേരികൾ പരാമർശിക്കപ്പെടുന്ന ഒരു പുസ്തകം കൂടിയാണ് സുവിശേഷം. ഒരുപക്ഷെ കാലത്തെ വളരെ കോമൺ ആയിരുന്നൊരു പേരായിരുന്നു മേരി എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. മേരി എന്ന വാക്കിൻ്റെ അർത്ഥം ബിലവഡ് എന്നാണ്. ഒരുപക്ഷെ അവൻ്റെ പ്രിയപ്പെടുന്ന അർത്ഥത്തിലായിരിക്കാം ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. എന്തായാലും കുറച്ചു ഈ മാഗ്ദലിന മേരിയെക്കുറിച്ചാണ് യോഹന്നാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിന് മുമ്പോട്ടുള്ള അവളുമായിട്ട് ബന്ധപ്പെട്ട റെഫറൻസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില സിക്സാഗായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പാപിനിയായ സ്ത്രീയും ഈ പറഞ്ഞ മേരി മാഗ്ദലിനുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾക്കകത്ത് അതിൽ തന്നെ ശരിയല്ലെന്നാണ് ഒരു പക്ഷേ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ നാട്ടിൽ വള്ളത്തോളമൊക്കെ മദ്ദല മറിയുന്നൊരു കവിത എഴുതുമ്പോൾ പോലും അതിനെ രണ്ടിനെയും ഒരുമിച്ച് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. അസല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് കാണിക്കുന്നത് ഈ പാപിനിയായ സ്ത്രീയുടെ കൺവേർഷൻ നിലയിലാണ് ഒരു പക്ഷേ സെക്കുലർ ലോകത്തിൽ യേശുവിനെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരു കവി പോലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പഠിച്ചാലും ശ്രദ്ധിച്ചാലും പോലും കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിധത്തിൽ ആ മേരിയുടെ ഒരു ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് ചില തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. നമുക്ക് അതിൽ തന്നെ ഒരു ഭംഗിയുള്ള ഒരു നാമമായിട്ട്
മേരി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഒരുവളിങ്ങനെ അവിടുത്തെ ശവകുടീരത്തിൽ ശൂന്യമായ കല്ലറയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അവളുടെ ജീവിതത്തിലേക്ക് വീണ്ടും അവിടുന്ന് കടന്നു വരിക. വാസ്തവത്തിൽ മേരി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ധ്യാനിച്ചതും വായിച്ചതുമൊക്കെ എനിക്ക് തോന്നുന്നു ഉത്തമഗീതം എന്ന് പറയുന്ന ആ കവിതയുള്ള ദൈവാനുഭവത്തിൻ്റെ പുസ്തകം. ഏകദേശം മേരി പറയുന്ന പല കാര്യങ്ങളും ഈ ഉത്തമഗീതവുമായിട്ട് പലതരത്തിൽ നേരിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ ബന്ധമുള്ള കാര്യങ്ങൾ തന്നെ. ഒരു സ്നേഹ സാധക എന്ന നിലയിൽ ഒരുപക്ഷെ മേരിയുടെ ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ ബുക്കായിരിക്കും ഉത്തമഗീതം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ആ ഉത്തമഗീതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ ഉത്തമഗീതത്തിൽ ആ വധുവായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുന്ന യേശു അവളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരിക. ആ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുമാത്രം ആശ്വാസം തരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. യേശു അവളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? പൊതുവെ നമ്മുടെ ഇത്തരം സുവിശേഷ വിചാരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്ന അലഗോറിക്കൽ എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഒരു ഉപമ കണക്ക് ഇതിനെ വർത്തമാനകാലത്തിലേക്ക് വായിച്ചെടുക്കാനുള്ള ശ്രദ്ധയാണ് നമ്മളുടേത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തെ കുറച്ചുകൂടി പഠിച്ച് എക്സേറ്റിൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രതലത്തിലല്ല നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ തന്നെ ഈ ചിന്തയൊന്ന് പോസ് ചെയ്ത് തന്നല്ല, സ്ത്രീ എന്ന് എന്തിനാണ് കരയുന്നത്? വെറുതെ ചുറ്റിനും ഒന്ന് നോക്കിയാൽ നല്ലതാണ്. ഇതുമാത്രം മനുഷ്യരാണ് ഇങ്ങനെ സങ്കടങ്ങളിൽ പെട്ടു പോകുന്നത്. നിങ്ങൾക്ക് അവനിൽ ഒരു ഈസ്റ്റർ ജീവിതം ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഏറ്റവും നല്ലൊരു ചുവടെന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള മനുഷ്യർ എന്തിനാണ് കരയുന്നത് അന്വേഷിക്കാന്നുള്ള. മനുഷ്യരുടെ സങ്കടങ്ങളുടെ കാരണം എന്താ? ഏതെങ്കിലും തരത്തിൽ ആ സങ്കടങ്ങളുടെ കാരണം പിടുത്തം കിട്ടിക്കഴിഞ്ഞെന്നാൽ അതിന് പരിഹാരം കൊടുക്കാനായിട്ട്, അതിന് ശമനം കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും രീതി കൊണ്ട് അന്വേഷിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ വിയർപ്പിലുള്ള ജീവിതത്തിൻ്റെ മറ്റൊരു ഭംഗിയുള്ള വശം തോന്നുന്നു. അവളെന്തിനാണ് കരയുന്നത്? നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് കാര്യമായിട്ട് വ്യാകുലപ്പെടാറില്ല. മനുഷ്യരുടെ സങ്കടങ്ങൾ അവരെ മാത്രം സ്വകാര്യ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ട് വളരെ കാലസ്സായിട്ട്, വളരെ ഇൻസുലേറ്റഡായിട്ട് നമ്മുടെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. എന്തിനാണ് ആ ഒരു വയോധികൻ്റെ ഒരു കണ്ണിമയിൽ ദുഃഖം വന്നത്? എന്തായിരുന്നു ആ ചെറിയ കുട്ടിക്ക് പറ്റിയത്? എന്തായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ വ്യാകുലം? മനുഷ്യൻ്റെ വ്യാകുലങ്ങളിലേക്ക് തുറന്നിരിക്കുന്നൊരു മിഴിവുണ്ടായിരിക്കും എന്നുള്ള പ്രധാനമാണ്. എല്ലായിടത്തും യേശുവിൻ്റെ ശ്രദ്ധ അതായിരുന്നു നമുക്കറിയാം. എന്തിനാണ് മനുഷ്യർ കരയുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഈ നാഗാർജുന എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ഒരു തത്വചിന്തകനുണ്ട്, ഫിലോസഫറുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഈശ്വരൻ നിഷേധത്തിനൊരു കാരണമായിട്ട് പറയുന്നത് ഒരു വലിയൊരു ആരോപണം പറഞ്ഞുകൊണ്ട്, ഗോഡ്സ് ആർ ഇറ്റേണൽ സ്ക്രൗണ്ടൽസ് ഇൻകേപ്പബിൾ ഓഫ് റിലീവിങ് മാൻസ് മിസറി എന്ന് പറഞ്ഞ സംഭവമാണ്. മനുഷ്യരുടെ വ്യാകുലങ്ങളെ പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ നിതാന്ത തെമ്മാടിയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുക. ഒരു പക്ഷേ കഠിനമായ വ്യഥയിലും കഠിനമായ മനുഷ്യപ്പറ്റിലുമൊക്കെ ആയിരിക്കണം ഇത്തരം മനുഷ്യരിങ്ങനെയൊക്കെയുള്ള ചില നിശ്ചിതമായ പദങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ നേരിടുന്നത്. വാസ്തവത്തിൽ മനുഷ്യനേക്കാളേറെ ഇങ്ങനെ ഭൂമിയുടെ കണ്ണീരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈശ്വരൻ തന്നെ. നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ സങ്കീർത്തനങ്ങളിൽ, അവിടുന്ന് എൻ്റെ കണ്ണീര് വിഴുങ്ങാനായിട്ട് ഭൂമി അനുവദിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ കണ്ണീരൊക്കെ, മറ്റൊരു നമ്മൾ വായിച്ച് കേൾക്കുന്നു, എൻ്റെ കണ്ണീരൊക്കെ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യൻ്റെ കണ്ണീരിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന ഒരാളെന്ന നിലയിലാണ് ഈശ്വരൻ എന്ന പദം പോലും അതിൻ്റെ ഭംഗി കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ കണ്ടെത്തുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ദുഃഖത്തിന് നിവാരണം തിരയുന്ന എല്ലാവരിലും ചെറിയ അളവിലോ വലിയ അളവിലോ ഒക്കെ ഈശ്വരാംശമുണ്ട്. മദർ തെരേസ ഇങ്ങനെ കടന്നു പോകുന്ന ആ ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അതിനോട് വളരെ അടുത്തുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പത്രക്കാരൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഈ അമ്മ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കണ്ണുപൂട്ടിയിരുന്ന് ഓർത്തെടുക്കേണ്ട ഒന്നാണ്. എന്താണത്? ഞാൻ മനുഷ്യരെ മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ ചിരിക്കാൻ സഹായിക്കുക. ഐ എം ഹെൽപ്പിംഗ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദ ഡൈ. എന്നിട്ട് അതിനൊരു അനുബന്ധം കൂടിയുണ്ട്. എന്നിട്ട് ഈ പത്രക്കാരനോട് അമ്മ പറയുകയാണ്, സർ,
ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദ ഡൈ. അപ്പോൾ അയാൾക്ക് വല്ലാത്ത കരച്ചിൽ വന്നു. കാരണം അയാൾക്കും അയാളുടെ സഹിക്കുമിടയിൽ ഇങ്ങനെ വേർപിരിയലിൻ്റെ വക്കിൽ നിർത്തിയിരിക്കുന്ന ഒരു കാലത്തിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് വന്ന, തന്നിൽ പ്രത്യാശ അർപ്പിച്ചിൽ വന്ന, തന്നിൽ അഭയം കണ്ടെത്തുന്ന കരുതി വന്ന ആ സ്ത്രീയുടെ പുഞ്ചിരി പോലും വീണ്ടെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. കൂടെ പാർക്കുന്നവരെ പുഞ്ചിരിയെ വീണ്ടെടുക്കാതെ, അതിന് ഉറപ്പുവരുത്താതെ, അവരുടെ വിഷാദങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ നമ്മൾ എങ്ങനെയാണ്, എവിടേക്കാണ് ഇത്ര തിടുക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒന്നതാണ്, നീ എന്തിനാ കരയുന്നത്? മേരിയുടെ മറുപടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഉത്തമകത്തിലുള്ള അതേ വരികളാണ്. എൻ്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. അപഹരിക്കപ്പെട്ട ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം മിക്കവാറും ഇപ്പോൾ ഈ കൾച്ചറൽ സ്റ്റഡീസിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിൽ പല സംസ്കാരങ്ങളിൽ നിന്ന് അവരുടെ ദൈവസങ്കല്പം ഇങ്ങനെ പല രീതിയിൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കലായ ഒരു റെസണൻസ് ഉള്ള ഒരു വാക്കായി അപഹരിക്കപ്പെട്ട ദൈവം എന്ന് പറയുന്നത്. ഈവൻ വൈകാരികമായിട്ട് പോലും അത് ശരിയല്ലേ? ഒരാൾക്ക് ആകപ്പാട് അഭയം എന്ന് പറയുന്നത് ഇങ്ങനെ ദൈവം മാത്രം, അതുകൂടി അപഹരിക്കപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മനുഷ്യരുടെ ഏതൊക്കെ തരത്തിൽ വിളുമ്പി നിൽക്കുന്ന മനുഷ്യർ, ഏതൊക്കെ തരത്തിൽ ഇങ്ങനെ തകർന്നു പോയ മനുഷ്യരുടെ ഒടുവിലത്തെ ആലംബമെന്ന് പറയുന്ന ഒന്ന് ഈശ്വരൻ, അതിനെക്കൂടി അപഹരിക്കപ്പെടുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ നിന്ന് ഈ ദൈവം അപഹരിക്കപ്പെട്ടു പോകാം. അയാളുടെ പരിസരമാവാം, അയാളുടെ തന്നെ ചായ്വുകളാവാം, അയാളുടെ തന്നെ അപക്വതയാവാം. എന്തായാലും മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടൊരു കാരണം അത് തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം അപഹരിക്കപ്പെട്ടു പോയി. അതിങ്ങനെ വെറുതെ ഒരു ദൈവവിശ്വാസ നിലയിൽ പറഞ്ഞു വലിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ പേരിലല്ല. വളരെ പ്രഷ്യസ് എന്നും വളരെ പ്രകാശമുള്ളതെന്നും കരുതുന്ന ഒരു മാനത്തെ വിളിക്കുന്ന വാക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിങ്ങനെ കളഞ്ഞു പോയി കഴിഞ്ഞെന്നാൽ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുമെന്നും ആനന്ദം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? രണ്ടതാണ്, എൻ്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. അവനെ തിരിച്ചു തരാനാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നു, ഇങ്ങനെ യേശു അവളെ പേര് ചൊല്ലി വിളിക്കുക, മറിയം. ഞാൻ എൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, അവ എൻ്റെ സ്വരം ശ്രവിക്കുന്നൊക്കെ യോഹന്നാൻ്റെ തന്നെ സുവിശേഷത്തിൽ മറ്റൊരു നമ്മൾ വായിക്കുന്നുണ്ട്. ഒരാളെ വിളിക്കുന്ന രീതിയുണ്ട്. എന്തെങ്കിലും തരത്തിൽ സൗഹൃദത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ ഒക്കെ ഒരു പശ്ചാത്തലമില്ലാത്ത ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുക. നമ്മളൊക്കെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഓരോരുത്തരെയും വിളിച്ചിരുന്ന ഒരു നാമമുണ്ട്. അതിങ്ങനെ ഒത്തിരി പേർക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചിട്ടുള്ളതല്ല. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആ ഒരു നാമം മാറ്റി വിളിക്കുമ്പോൾ അത് നമ്മൾ ചേർത്ത് പിടിച്ച നമ്മളിലിങ്ങനെ ഏകാഗ്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എന്തുമാത്രം ചിതറിക്കുന്നതൊക്കെ നമുക്ക് സ്വയം ബോധ്യപ്പെട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രത്യേകമായ രീതിയിൽ മറിയാമെന്ന് വിളിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് നിറയെ മേരിമാരുള്ള ഒരു പുസ്തകമാണ് സുവിശേഷം. അവരെയൊക്കെ യേശു പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടാകും. പക്ഷേ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരേ പേര് വിളിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഒരു പേരിൻ്റെ മാത്രം പ്രശ്നമല്ല. അതിനകത്ത് അടക്കം ചെയ്തിട്ടുള്ള ആ വലിയ വാത്സല്യവും വലിയ ഏകാഗ്രതയും ശ്രദ്ധയുമുണ്ട്. അവൾ കൃത്യമായിട്ട് തൻ്റെ പ്രഭുവിനെ തിരിച്ചറിയുന്നു. റബോനി. നമുക്കറിയാം സുവിശേഷം ആരംഭിക്കുന്നത് റാബി എന്നൊരു വാക്കിനകത്താണ്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ നമുക്ക് എടുക്കണം, കാരണം രണ്ട് എഡ്ജിലോട്ട് ഈ കാര്യങ്ങൾ വരികയാണ്. തുടങ്ങുമ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അവരവനോട് പറഞ്ഞു, റാബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? റാബി എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു എന്ന് മാത്രമേ ഉള്ളൂ. സിഞ്ഞോർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കണക്ക് ഒരു ജെൻറ്റിൽമാൻ എന്നോ അല്ലെങ്കിൽ പഠിച്ചൊരു മനുഷ്യനെന്നോ അറിവുള്ള മനുഷ്യനെന്നോ ഒക്കെ അർത്ഥമേ ഉള്ളൂ. അവിടെ നിന്ന് ഈ കാര്യങ്ങൾ വന്ന് ഈ ഒരു റബോനിലേക്ക് എത്തി. റബോനി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എൻ്റെ ഗുരു എന്നാണ്. അസല ആ കുഞ്ഞു പദമാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. നമ്മൾ അവനെക്കുറിച്ച് വായിക്കുകയും അവനെക്കുറിച്ച് പഠിക്കുകയും അവൻ്റെ സുവിശേഷം ശ്രദ്ധാപൂർവം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു വാക്കിൻ്റെ ഒരു പ്രകാശത്തിലേക്ക് എത്താൻ വേണ്ടി. എൻ്റെ ഗുരു, എൻ്റെ മാത്രം. അത്രയും എൻ്റെ എന്ന് പറയുന്നൊരു വാക്കിന് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ഞാൻ നിൻ്റേതാണെന്ന് പറയുമ്പോഴും നീ എൻ്റേതാണെന്നൊക്കെ പറയുമ്പോഴും ഓരോരുത്തരുടെയും ലോകത്തിന് എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുന്നത്. വളരെ പണ്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അച്ഛൻ്റെ കടയിലോ വ്യാപാരത്തിലോ ഒക്കെ ഇങ്ങനെ സഹായിക്കുക.
അല്ല എന്തോ ഇന്ന് അളന്നെടുക്കുക. ധാന്യമണികളായിരിക്കാം, പയറോ പരിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അയാളിങ്ങനെ എണ്ണം പറഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ നാഴികൾ അളക്കുന്നത്. 1 2 3 12 12. ഒരു പറയുമ്പോൾ സ്പീഡിൽ പറയുമ്പോൾ 12 എന്നാണ് പറയുന്നത് തോന്നുന്നു. തേരക്കിന് തേരാന്നും. അപ്പോൾ ഈ തേരാന്ന് പറഞ്ഞിടത്ത് 13 പറഞ്ഞിടത്ത് വരുമ്പോൾ ഇയാളുടെ എണ്ണം തെറ്റിയ. അപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും എണ്ണാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഈ 13 വരുമ്പോൾ വീണ്ടും തെറ്റുന്നത്? പിന്നെ തെറ്റുന്ന പറയുന്നത്. അതിനൊരു പ്രശ്നമുണ്ട്. എന്താണ്? ആ തേരാന്ന് പറഞ്ഞ വാക്കിന് വേറൊരർത്ഥം കൂടിയുണ്ട്, യുവോസ്. അപ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ഒരു വിചാരം വരികയാണ്, ഞാൻ ആരുടേതാ, ഞാൻ നിൻ്റേതാ. അന്ന് അയാൾ ഈ അപ്പൻ്റെ വ്യാപാരമോ കൃഷിയോ ഒക്കെ വിട്ടിട്ട് തൻ്റേതായ ചില അന്വേഷണങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഇതായിരുന്നു ഗുരുനാനാക്കിൻ്റെ ആദ്യത്തെ ഒരു ഈശ്വരാനുഭവമായി ബന്ധപ്പെട്ട ഒരു സ്പ്രിംഗ് ബോർഡോ നിമിത്തമോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഘടകം. ഞാൻ നിൻ്റേതാ, എൻ്റെ ഗുരു. എൻ്റെ എന്ന് പറയുന്ന വാക്കിൻ്റെ മുഴക്കം വെറുതെ ഈ രാത്രിയിൽ ഒന്നുകൂടി ഉള്ളിൽ മുഴങ്ങട്ടെ. ഇതിൻ്റെ ഏതാണ്ട് പാരലായിട്ട് തന്നെ സെൻറ് തോമസ് പറയുന്ന വാക്കുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ലോകത്തോട് നമ്മളെ ബന്ധിപ്പിക്കുന്നത് ആ കുഞ്ഞു പദമാണ്. ജോൺ പോൾ തൻ്റെ ഒരു പ്രിയപ്പെട്ട സന്ദേശമായിട്ട് എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത് ആ വാക്കായിരുന്നു, ടോട്ടലി യുവേഴ്സ്, ടോട്ടലി യുവേഴ്സ്, എൻ്റെ റബ്ബോനി. പിന്നെ മറിയത്തോട് യേശു പറയുന്നൊരു കുഞ്ഞു കാര്യം കൂടിയുണ്ട്. എന്താണത്? എന്നെ തടഞ്ഞു നിർത്തരുത്. മറിയം അവനെ സ്പർശിക്കാൻ പോകുന്നു എന്ന മട്ടിൽ ഒരു കോണ്ടസ്റ്റിലേക്ക് കാര്യങ്ങൾ പറയുന്നത്. എന്നെ തുടരുന്നൊക്കെ ചില ടെക്സ്റ്റുകളിൽ വായിച്ചിട്ടുണ്ട്. തുടരുന്നോ തടഞ്ഞു നിർത്തുന്നൊക്കെ. എന്താ എൻ്റെ അർത്ഥം? ആ സ്നേഹം ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടാൻ പോവുക. ഭൂമിയിലായിരിക്കുമ്പോൾ അവിടത്തേക്കും അവൾക്കും ഇടയിലുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും ഭാഷണം കൊണ്ടുമൊക്കെ ബലപ്പെടുത്തേണ്ട ഒന്നായിരുന്നു. അതിന് എപ്പോഴൊരു മീഡിയം വേണ്ടി വന്നിരുന്നു. പക്ഷേ ഇനി അത്തരം ഒരു മീഡിയം ആവശ്യമില്ലാത്ത വിധത്തിൽ എല്ലാത്തിൻ്റെയും സാരാംശമായിട്ട് അവിടുത്തെ സ്നേഹം ഇങ്ങനെ പരിണമിക്കുമ്പോൾ ഇനി അവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ടും അവന് വിട്ടുകൊടുക്കാതിരിക്കാനാവാത്ത വിധത്തിൽ പൊസസീവ് ആകാനായിട്ടുമുള്ള അർഹത നമുക്കില്ല. അവിടുന്ന് ഇനി ഞാൻ വിചാരിക്കുന്ന കണക്ക്, എൻ്റെ ഒരു ഭൗതിക അർത്ഥത്തിൽ സങ്കല്പിക്കുന്ന കണക്ക് എൻ്റേത് മാത്രമല്ല, മറിച്ച് ആ പ്രപഞ്ചത്തിൻ്റെ ആ ശുദ്ധീകരിക്കപ്പെട്ട സ്നേഹത്തെ തടയരുന്നൊക്കെ ഉള്ള ഒരു സൂചന കൂടി വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്ന ഒത്തിരി ധ്വനികളുള്ള, ഒത്തിരി ദൈവശാസ്ത്രപരമായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു പദമാണിത്, എന്നെ തടയരുത്. നേരത്തെ സൂചിപ്പിച്ച ഉത്തമഗീതം വീണ്ടും മുഴങ്ങുന്നുണ്ട്. ഞാൻ അവനെ തടഞ്ഞു എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ അർത്ഥം വരുന്നൊരു വാക്കുണ്ട്. എന്നിട്ട് എൻ്റെ അമ്മയുടെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഐ ഹെൽഡ് ഹിം, ചേർത്ത് പിടിച്ചെന്നു തടഞ്ഞെന്നൊക്കെ അർത്ഥമാണ്. ഇനി സ്നേഹമെന്ന് പറയുന്നത് ഈ ചേർത്ത് പിടിക്കുക എന്നതിനേക്കാൾ കൂടുതൽ വിട്ടുകൊടുക്കുക എന്നുള്ള, നിങ്ങൾ ചിലരെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരെ കുറേ കൂടി ഭംഗിയായിട്ട് ആ മുഴുവൻ ലോകത്തിൻ്റെയും ആകാനായിട്ട് അനുവദിക്കുക എന്നൊക്കെ ഉള്ള വളരെ ഭംഗിയുള്ള ചില വായനകൾ കൂടി നമുക്കിതിനകത്ത് നിന്ന് വായിച്ചെടുക്കാവുന്ന. എന്തൊരു അഴകാണ് ഈ സ്ത്രീയുടെ ജീവിതത്തിന്. പാരമ്പര്യം പറയുന്നത് പിന്നീട് ഇവളിങ്ങനെ സുവിശേഷ പ്രഘോഷത്തിനൊക്കെ ആയിട്ട് പോവുകയും ഫ്രാൻസ് എന്ന് പറയുന്ന ദേശത്തൊക്കെ വെച്ചാണ് അവളിങ്ങനെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നുള്ള പാരമ്പര്യമുണ്ട്. അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നവർ പോലും ആ സ്നേഹത്തിൻ്റെ കനലെന്ന കണക്ക് പെട്ടെന്ന് വലിയ അനുഭൂതിയിലേക്ക് മാറുന്ന ചില ലെജൻസൊക്കെ ഈ പറഞ്ഞ മഗ്ദലനായ മേരിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയെന്നൊരിടത്തുകൂടി നമ്മൾ വായിക്കുന്നില്ലേ? സ്നേഹസങ്കല്പങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് ശുദ്ധീകരിച്ച് ആ നിർമ്മല സ്നേഹത്തിലേക്ക് അവനവിടുന്ന് ഉയർത്തുകയായിരുന്നു, ആ പ്യുവർ ലവ്. പക്ഷേ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായമില്ലാത്ത, പഞ്ചേന്ദ്രിയങ്ങൾ ഇടപെടലില്ലാത്ത ഒരു സ്നേഹത്തെ സങ്കല്പിക്കുന്നവർക്ക് ഇതിനേക്കാൾ നല്ലൊരു വായന ഉണ്ടാവില്ല. നീ എന്നെ തടയരുത്. ഞാനിങ്ങനെ എല്ലാത്തിൻ്റെതാണ്. സമരയിലെ കണക്കിന് വക്കിൽ വെച്ച് യേശുവിൻ്റെ അടുക്കൽ ആ സ്ത്രീ ചോദിക്കുന്നില്ലേ, നിൻ്റെ കയ്യിൽ ചരടെവിടെ? തൊട്ടിയും ചരടും ഇല്ലാതെ നീ എങ്ങനെയാണ്? തൊട്ടിയോ ചരടോ ഇല്ലാതെ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരാൾ, സകല പ്രപഞ്ചത്തിൻ്റെയും ഓഹരി, സകല പ്രപഞ്ചത്തിൻ്റെയും സത്ത, അയാൾക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. തമോന്മുഖം ജീവിതം
പ്രഭാമയം സന്നിധാനം.